ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറിയൻ ഡിസൈൻസ്. ഇനി ഞാനൊരു സാരി ഷേപ്നറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നെറ്റിൻ്റെ സാരിയാണല്ലോ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സാറ്റിൻ്റെ ഷേപ്നറാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ടിൽ പടിയൊക്കെ കൊടുത്ത് ബാക്കിൽ ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാറ്റിൻ്റെ മെറ്റീരിയൽ നമുക്ക് ബ്ലൗസിന് ലൈനിങ് തരുന്ന അതേ മെറ്റീരിയൽ തന്നെ നമുക്ക് സാരിയുടെ കൂടെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി മെറ്റീരിയലും കൊണ്ട് നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒരു ഷേപ്നറാണ് സാധാരണയായിട്ട് ഇതിന് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 1.5 മീറ്റർ തുണി മതിയാകും കേട്ടോ. 44 ഇഞ്ച് വീതിയുള്ള തുണി 1.5 മീറ്റർ മതിയാകും നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ തുണി ഞാനിതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 1.5 മീറ്റർ തുണി നമുക്ക് ബ്ലൗസ് തയ്ച്ചിട്ട് ബാക്കി വന്ന തുണിയാണിത്. അത് മതിയാവും, ധാരാളം ഉണ്ട്. വണ്ണം കുറഞ്ഞ ആളാണ്, 30 ഇഞ്ച് നമുക്ക് വേസ്റ്റ് അളവുള്ളൂ. അപ്പോൾ അത്രയും ധാരാളം മതി. ഒരുപാട് അടിവട്ടമൊന്നും ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ 15 ഇഞ്ച് കിട്ടാൻ പാകത്തിന് 4ആയിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത്ര ഇറക്കം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതിന് എക്സ്ട്രാ സീം അലവൻസ് അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിന് അരഭാഗത്ത് ഒരു 1 ഇഞ്ചിൻ്റെ പടി എക്സ്ട്രാ ഇനി വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മൾ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, വേറൊരു പടി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് അവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മതി. അപ്പോൾ മുകളിൽ 1 ഇഞ്ച് എക്സ്ട്രാ കയറി വരുന്നതുകൊണ്ട് മുകളിൽ പടി വെക്കുന്നതിൻ്റെ 1/2 ഇഞ്ചും താഴെ പടി വെക്കുന്നതിൻ്റെ 1/2 ഇഞ്ചും നമുക്ക് മുകളിൽ പടി എക്സ്ട്രാ കയറി വരും. അപ്പോൾ നമുക്ക് ഇറക്കം എത്രയാണോ വേണ്ടത് അത്രയും മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇതിന് നമുക്ക് 2 അളവ് കിട്ടിയാൽ മതി, വേസ്റ്റ് അളവും ഇറക്കവും കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ വേസ്റ്റ് അളവ് എത്രയാണോ നമുക്കുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടിട്ട് അതിൽ 4/1 കണ്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. 30 ഇഞ്ച് അളവാണെങ്കിൽ 10 ഇഞ്ച് കൂട്ടുക, അപ്പോൾ നമുക്ക് 40 കിട്ടുമല്ലോ. അപ്പോൾ 40ൻ്റെ 4/1 അങ്ങനെ നമുക്ക് 4ആയിട്ട് മടക്കുമ്പോൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. പിന്നെ നമുക്ക് ഇവിടെ ഹിപ്പിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ ക്രോച്ച് ഏരിയ ഒക്കെ എടുക്കുമല്ലോ പാൻറ്റ് വയ്ക്കുമ്പോൾ, ആ ഒരു അളവ് എടുക്കുക. അതുപോലെ മുട്ടിൻ്റെ അളവ് എടുക്കുക. നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്നോട്ട് മുട്ട് വരെയുള്ള ലെങ്ത്ത്, ഈ ലെങ്ത്ത് അടയാളപ്പെടുത്തി എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്രോച്ച് ഏരിയയുടെ അവിടെ സെയിം 10 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി എടുക്കുക. അവിടെ നിന്നൊരു +3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ നീ ലെങ്ത് വരുന്നിടത്തിലും ഈ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ എടുത്ത അതേ അളവ് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നീ ലെങ്ത്തിൻ്റെ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് കൊടുത്ത പോയിന്റിലേക്ക് വളച്ച് വരച്ചെടുക്കുക. അതുപോലെ തന്നെ ആ പോയിന്റിൽ നിന്ന് വേസ്റ്റിലേക്ക് ഇതുപോലെ വളച്ച് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നമുക്ക് താഴെ ഭാഗത്തുള്ള വിഡ്ത്ത്, നമ്മുടെ കാല് തട്ടാത്ത രീതിയിലുള്ള ഒരു വിഡ്ത്ത് വേണം. ഒരു 15 ഇഞ്ച് ഒക്കെ മതി. നമ്മൾ 10 എടുക്കുമ്പോൾ ഒരു 14 വരെ ആയാലും കുഴപ്പമില്ല. പിന്നെ നടക്കുമ്പോൾ തട്ടിയൊക്കെ പോവാണ്ട് വീഴാതെ 15 വരെ നമുക്ക് എടുക്കാം. ആ പോയിന്റ് നീ ലെങ്ത്തിലേക്ക് മാർക്ക് ചെയ്ത് എടുക്കുക. അത് ഷേപ്പ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ക്രോച്ച് ഏരിയയുടെ അടുത്ത അളവ് നമ്മൾ 10 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കൂട്ടിയാണ് എടുത്തത്. ഹിപ്പൊക്കെ കുറവാണ് 2 ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഹിപ്പ് കൂടുതലുള്ളവരാണെങ്കിൽ ഇതുപോലെ 3 ഇഞ്ച് എടുത്ത് ഷേപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ അങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കുക. നമ്മുടെ ഹിപ്പിൻ്റെ അളവിനനുസരിച്ച് ഷേപ്പ് കുറയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസുമായിട്ട് 2 പീസ് കിട്ടും. അതിൽ ഫ്രണ്ടിൽ നമ്മൾ പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലൊരു ടക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ തുണി ഇതുപോലെ ആ പീസ് എടുത്ത് 4ആയിട്ട് മടക്കിയിട്ട് ആ മടക്കിയ ഭാഗത്തുനിന്ന് ഒരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡിലും 3/4 ഇഞ്ച് വീതം 2 സൈഡിലേക്കും ടക്ക് വരും കേട്ടോ. അപ്പോൾ ആ ടക്കിന് ലെങ്ത്ത് വരുന്നത് മുകളിൽ നിന്ന് ഒരു 4.5 ഇഞ്ച് പോയിന്റ് മാർക്ക് ചെയ്തെടുക്കുക. സെൻറ്ററിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 2 സൈഡിലേക്കും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതുപോലെയാണ് ടക്ക് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ പടി വരുമ്പോൾ നമുക്ക് വേസ്റ്റ് അളവ് അവിടെ കുറഞ്ഞു വരണമല്ലോ, എന്നാൽ നമുക്ക് ഹിപ്പിൻ്റെ അവിടെ വണ്ണം കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ടക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ടക്കിട്ട് കൊടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടക്കിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇതിനെ പടി വെട്ടിയെടുക്കാനുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ പടി വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയിൽ ഒരു പടി വെട്ടിയെടുക്കുക. അപ്പോൾ സാറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് കട്ടി കുറവാണല്ലോ. അപ്പം നമുക്കൊരു ക്യാൻവാസ് വെച്ച് കൊടുത്ത് ഫ്രണ്ടിലെ പടി അടിച്ചെടുക്കാം. ബാക്കിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പം
സൈഡിൽ ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ, നമ്മളൊരു സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പടിയുടെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയെടുക്കണം കേട്ടോ. ഓപ്പൺ വരുന്ന ഭാഗം ഒന്ന് കവർ ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് എക്സ്ട്രാ വരുന്ന കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പം ബാക്കിൽ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ചിൻ്റെ പടി എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പീസിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, നമ്മൾ അടിഭാഗത്ത് ഒരു പടി വെച്ച് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ അടിവട്ടം വരുന്നത് അത്രയും നീളത്തിന് താഴെ വെക്കാനുള്ള പടി 2 ഇഞ്ച് അല്ലെ 2.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഫ്ലെയർ താഴേക്ക് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് പടി ഒരുപാട് വീതി കൂടിപ്പോയാൽ നമുക്ക് ചുളിവ് വീഴും. ചുളിവ് വീഴാത്ത രീതിയിൽ എടുക്കാൻ പാകത്തിനുള്ള വീതിയിൽ പടി വെട്ടിയെടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പം ദേ ഇതുപോലെ ടക്ക് മാർക്ക് ചെയ്ത സ്ഥലത്തേക്കൂടെ ഇതുപോലെ നമുക്ക് ടക്കിട്ട് കൊടുക്കുക. 2 സൈഡിലേക്കും ടക്കിട്ട് കൊടുത്ത് കെട്ടിട്ട് എടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ പടി എടുത്ത് വെച്ച് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് സിബ് വെച്ച് കൊടുക്കണം. പടി വെക്കുന്നതിന് മുമ്പ് തന്നെ സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ടക്കിട്ട് കൊടുത്തതിന് ശേഷം ജോയിൻ ചെയ്തെടുക്കുക. ഒരു 7 ഇഞ്ച് അല്ലെ ഒരു 8 ഇഞ്ച് വരെ നീളത്തിന് നമുക്ക് സിബ് ഇടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് താഴേക്ക് ഒരു ഇഞ്ചൊക്കെ കാണാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. നമുക്ക് സിബ് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ആ തുടക്ക ഭാഗം മാത്രം കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ കൺസീൽഡ് സിബാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പടിയൊന്നും വെച്ച് കൊടുക്കണ്ട. നമ്മൾ എടുത്ത ഭാഗം ഒന്ന് ലോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സിബ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശവും സിബിൻ്റെ ഓപ്പൺ സൈഡും ഒക്കെ നോക്കി നമുക്ക് മറിഞ്ഞു പോകാത്ത രീതിയിൽ സിബ് 2 സൈഡിലേക്കും അടിച്ച് ആദ്യം കൊടുക്കുക. അതിനുശേഷം സിബിൻ്റെ ഭാഗം ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് ഇതിൽ കൂടെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് സിബ് ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രസ് ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കണം. ഞാൻ സിബ് വയ്ക്കുന്ന പല വീഡിയോസിലും സിബ് വയ്ക്കുന്ന കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാത്ത കേട്ടോ. അപ്പോൾ പ്രസ് ഫൂട്ട് 1 സൈഡ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഫോൾഡിങ് വിടർത്തി കൊടുത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ 2 സൈഡിലെ സിബും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് താഴത്തെ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ആ സൈഡിൽ സിബ് വേണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് വേസ്റ്റിൻ്റെ അളവിന് നല്ല ഷേപ്പിനാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അരഭാഗം കടക്കാൻ വേണ്ടിയിട്ട് സിബ് അവിടെ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ക്യാൻവാസ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ടക്കിട്ട ഭാഗത്ത് ചള്ള് വശത്തുനിന്ന് പടി വെച്ച് കൊടുക്കാം കേട്ടോ. ചള്ള് വശത്തുനിന്ന് നല്ല വശത്തേക്ക് ഈ പടി മറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിബ് വെച്ചേക്കുന്ന എൻഡിൽ വരുമ്പം കുറച്ച് ഭാഗം നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് ഓപ്പൺ ആണ്, അപ്പോൾ അവിടെ കൊളുത്തൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പടി നമ്മൾ കട്ട് ചെയ്ത് നിർത്തുമല്ല, കട്ട് ചെയ്തത് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. തുമ്പ് നമുക്ക് നല്ല ഭംഗിയാക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബാക്കിൽ എലാസ്റ്റിക് വെക്കാനുള്ള നമ്മുടെ 3.5 ഇഞ്ചിൻ്റെ പടിയെടുത്ത് ഒരു സൈഡ് ഇതുപോലെ അടിച്ചെടുക്കുക. അതിന് ശേഷം ബാക്കിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സിബുള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ചോളം അല്ലെ 1 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടിട്ട് വേണം കേട്ടോ പടി വെച്ച് തുടങ്ങാൻ. അപ്പോൾ പടി വെക്കുമ്പോൾ അവിടെ അത് ശ്രദ്ധിക്കണം. ഇനി നമുക്കതൊന്ന് ഫ്രണ്ട് പീസുമായിട്ടൊന്ന് കവർ ചെയ്ത് തയ്ക്കണം. അപ്പോൾ ആ സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. ആ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സിബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് എത്രയാണോ വേസ്റ്റ് അളവ് അതിൻ്റെ കണക്ക് കൂട്ടി ഇലാസ്റ്റിക്കും കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ തയ്യത്തുമ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നാലാണ് നമുക്കിത് കവർ ചെയ്തെടുക്കുമ്പോൾ എളുപ്പം കിട്ടുക. അതുപോലെ സിബ് വരുന്ന ഓപ്പൺ സൈഡിൽ ഞാൻ എക്സ്ട്രാ ഇടാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇതുപോലെ എക്സ്ട്രാ ഇട്ടിട്ട് ഇതുപോലെ നമ്മുടെ ഇലാസ്റ്റിക് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് പൊതിഞ്ഞ് ഫിനിഷാക്കി എടുത്ത് നന്നായിട്ട് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ്നറിന് ഓപ്പണിങ് വെക്കുന്നത് കൊണ്ട് ഇത്ര ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച ഭാഗം ഇതുപോലെ ഇലാസ്റ്റിക് വലിച്ചെടുത്ത്
ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് ഒറ്റ അടുപ്പാണ് നമ്മൾ അവിടെ വരുന്നുള്ളൂ. ഇനി ഇലാസ്റ്റിക്കിൻ്റെ ചുളിവെല്ലാം ഇതുപോലെ ഒരേ രീതിയിലാക്കി ഇട്ടിട്ട് നമുക്ക് ഇലാസ്റ്റിക് വലിച്ചു കൊടുത്ത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചോടെ കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി സൈഡ് സിബിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ തൊട്ട് താഴെ ഒന്ന് തയ്ച്ച് നിർത്തിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടിഭാഗത്ത് ഒരു പടി വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ പടിയുടെ അരികെ ഇതുപോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പടി വെച്ച് കൊടുക്കണം. അത് നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് കിടക്കുന്നത്. അതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നതോറും വിട്ട് കൂടി വരുന്നതുകൊണ്ട് പടി വെക്കുമ്പോൾ മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചുളിവ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് തയ്ച്ചിട്ട് വേണം നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ. അപ്പോൾ പടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പടിയിലേക്ക് പുറത്തേക്ക് നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയ പീസിലേക്കാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. തയ്യൽ തുമ്പ എല്ലാം ഈ ചെറിയ പീസിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലൊരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കേർട്ടിലേക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്റ്റിച്ച് മാത്രമേ കാണുള്ളൂ. 2-3 സ്റ്റിച്ചൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്ത് പൊളച്ചിലൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ വിഡ്ത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വീതി കൂടിയ പടി വയ്ക്കുമ്പോൾ ചുളു വീഴാതിരിക്കാൻ ഇതുപോലെ നമുക്ക് തൊട്ട് താഴെ വെച്ച് മടക്കാതെ കുറച്ച് ദൂരത്തേക്ക് വെച്ച് മടക്കി ചെറിയ രീതിയിൽ ഒരു ഉള്ളിൽ ചെറിയ ടക്കൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പുറമേ നോക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിലിരിക്കും. ഉള്ളിൽ ഇതുപോലെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചെറിയ ചെറിയ ഒരു ടക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് പൊളച്ചിലില്ലാതെ ചുളിവില്ലാതെ കിട്ടാനുള്ള ഒരു ഐഡിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ടക്ക് പോലെ ചെറിയൊരു ഞുറിവ് ഇട്ട് കൊടുക്കുക. നല്ല വശത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലതാനും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഷേപ്പ്നർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.